ഇന്നും യേശുവിനോടുകൂടെ യാത്ര തുടരാമെന്ന ആത്മീയ ശുശ്രൂഷയിലേക്ക് താങ്കളെ സ്വാഗതം ചെയ്യുകയും കർത്താവായ യേശുക്രിസ്തുവിന്റെ നിസ്തുല നാമത്തിൽ വന്ദനം ചൊല്ലുകയും ചെയ്യുന്നു. ഓരോ നാളും നമ്മുടെ ഭാരങ്ങളെ ചുമന്നൊഴിക്കുന്ന സർവശക്തനായ ദൈവത്തിൻ്റെ പാദപീഠത്തിൽ നമ്മുടെ സകല വിഷയങ്ങളും ചേർത്ത് വെച്ച് ഇന്ന് ഒരിക്കൽ കൂടി നമ്മെ ഒന്ന് സമർപ്പിക്കാൻ തയ്യാറാണെങ്കിൽ തീർച്ചയായും വരും ദിവസങ്ങളിൽ ദൈവപ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുമെന്നുള്ളതിന് തർക്കമറ്റ സംഗതിയാണ്. സംശയിക്കാതെ ഭയപ്പെടാതെ നമുക്ക് കർത്താവിങ്കിലേക്ക് അടുത്തിയെല്ലാം. ഇന്നും നമുക്ക് യേശുവിനോടുകൂടെ യാത്ര തുടരാം. ചില നിമിഷങ്ങളിലെ തുടർധ്യാനത്തിനായി വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 32-ാം വാക്യം വായിക്കട്ടെ. യേശു ഇരിക്കുന്നിടത്ത് മറിയ എത്തി. അവനെ കണ്ടിട്ട് അവൻ്റെ കാൽക്കൽ വീണു. കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നു എങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കില്ലായിരുന്നു എന്ന് പറഞ്ഞു. നഷ്ടങ്ങൾ എത്ര ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അതിൽ വ്യാകുലപ്പെടാതെ ഇരിക്കുന്നവരാരും ഈ ലോകത്തിൽ ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഏത് നഷ്ടവും നമ്മെ സങ്കടപ്പെടുത്താൻ സാധ്യതയുണ്ട്. മിക്കവാറും പലരും അതിന് അടിമകളുമാണ്. കൊച്ചു കൊച്ചു നഷ്ടങ്ങൾ പോലും അവർക്ക് സഹിക്കാൻ വയ്യാത്ത പ്രത്യേക അനുഭവങ്ങൾ അവരുടെ പെരുമാറ്റത്തിലും തുടർന്നുള്ള പ്രതികരണങ്ങളിലുമൊക്കെ വെളിപ്പെടുത്തുന്നത് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ചിലർ അങ്ങനെയല്ല. അവർ അതൊന്നും വലിയ പരിഗണനയിൽ വയ്ക്കില്ല. കാരണം ദൈവമറിയാതെ എൻ്റെ തലയിലെ ഒരു മുടി പോലും താഴെ പോകില്ല എന്ന് അവർ പൂർണ്ണമായും വിശ്വസിക്കുന്നുണ്ട്. യേശു വന്നത് ആരെങ്കിലും കൊല്ലാനല്ല. വചനം പറയുന്നത് ജീവൻ നൽകാൻ. അത് വെറുമൊരു സാധാരണ ജീവൻ എന്നല്ല പറഞ്ഞിരിക്കുന്നത്, സമൃദ്ധിയായ ജീവൻ നൽകുവാൻ. കർത്താവ് നൽകുന്നതെല്ലാം അങ്ങനെയാണ്. ഏത് നഷ്ടങ്ങളെയും ലാഭമാക്കുവാൻ കർത്താവിന് കഴിയും. ഏത് സങ്കടങ്ങളെയും സന്തോഷമാക്കുവാൻ കർത്താവിന് കഴിയും. എത്ര നാൾ രട്ടുടുത്താലും അതിനെ മാറ്റി സന്തോഷമുടിപ്പിക്കാൻ കഴിയുന്ന ദൈവത്തെയാണ് നാം സേവിക്കുന്നതെന്ന ഒരു പൂർണ്ണമായ ബോധ്യം നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ നമ്മൾ തന്നെ വളർത്തിക്കൊണ്ടുവരേണ്ടത് ഏറ്റവും അത്യന്താപേക്ഷിതമാണ്. ലാസറിൻ്റെ മരണവും അനന്തര സംഭവവും അല്ലെങ്കിൽ തുടർന്നുള്ള ചില കാര്യങ്ങളുമൊക്കെയാണ് ഇപ്പോൾ നമ്മൾ വായിച്ച വാക്യത്തിൻ്റെ പശ്ചാത്തലം. ഏതൊരാളുടെയും ഏറ്റവും വലിയ പ്രതീക്ഷ മരണം വരെയുള്ളൂ. മരണം കഴിഞ്ഞാൽ പിന്നെ എന്നാ പ്രതീക്ഷിക്കാനാ? തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു എന്നും എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും എന്നുമൊക്കെ കർത്താവ് ഇവരെയും പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ടാവും. തീർച്ചയായിട്ടും അവരത് പലവട്ടം കേട്ടിട്ടുണ്ടാവും. അതായത് മരിച്ചുപോയ ലാസറിൻ്റെ സഹോദരിമാരായ മാർത്തയും മറിയയും. ദൈവവചനത്തിൻ്റെ ആധികാരികത ഏതെല്ലാം നിലയിലാണ് വ്യാഖ്യാനിച്ച് നമുക്ക് ലഭിച്ചിട്ടുള്ളത് അതൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ ഒത്തിരി സന്തോഷത്തോടെ സ്തോത്രം പറയുകയും അല്പം കഴിയുമ്പോൾ സ്തോത്രമൊക്കെ ഈ കിഴിഞ്ഞ കലത്തിൽ നിന്ന് വെള്ളം വറ്റിപ്പോകുന്നത് പോലെ, വാർന്നു പോകുന്നത് പോലെ തിരിച്ച് നമ്മൾ വീട്ടിൽ ചെല്ലുമ്പോഴേക്കും സന്തോഷമില്ലാതെ പോകുന്ന അവസ്ഥയാണ് പലർക്കുമുള്ളത്. ദൈവത്തോട് ചേർന്ന് നടക്കുന്ന ഏതൊരാൾക്കും നഷ്ടമുണ്ടാകില്ല എന്നല്ല, നഷ്ടമുണ്ടാകും. എന്നാൽ ആ നഷ്ടങ്ങളുടെ മധ്യത്തിലും ദൈവത്തിൻ്റെ സാന്നിധ്യവും തുടർന്ന് ആ നഷ്ടങ്ങളെ ലാഭമാക്കി തരുന്ന ദൈവപ്രവൃത്തിയും നമുക്ക് കാണാൻ കഴിയുമെന്നുള്ളത് വാസ്തവമാണ്. അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കും എന്നല്ലേ. ലാസർ യേശുവിന് വളരെ പ്രിയങ്കരനായിരുന്നു. സഹോദരിമാരും അങ്ങനെ തന്നെ. ലാസർ മരിച്ചിട്ട് ഇന്ന് 4-ാമത്തെ ദിവസമാണ്. അവരുടെ പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചു. അപ്പോഴാണ് യേശു അവിടെ എത്തിയ വിവരം മറിയ അറിയുന്നത്. ആദ്യം മാർത്തയാണ് അറിഞ്ഞത്. മാർത്ത ഓടിച്ചെന്ന് കർത്താവിൻ്റെ അടുക്കൽ ചെന്ന് ചില കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് മടങ്ങിപ്പോയിരുന്നു. എന്നാൽ മറിയ അവിടെ എത്തും വരെ കർത്താവ് അവളെ കാത്തിരുന്നു എന്നത് വാസ്തവമായ കാര്യമാണ്. കരയുന്നവരെ കർത്താവ് കൈവിടില്ല. വിശ്വാസത്തോടെ കാത്തിരിക്കുന്നവരെ കർത്താവ് ഉപേക്ഷിക്കുകയുമില്ല. പറയുന്നത്, കർത്താവെ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കില്ലായിരുന്നു. വളരെ ഉറപ്പാണ് അവർക്ക്. കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ ഏത് പ്രതിസന്ധിയും അപ്പോൾ തന്നെ പരിഹരിക്കപ്പെടുമെന്ന ഒരു പൂർണ്ണമായ ബോധ്യം അവർക്കുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് അവർ ഏറെ സ്നേഹിച്ച അവരുടെ ഏക ആശ്രയമായിരുന്ന ലാസർ മരിച്ചുപോയി. ഈ വലിയ നഷ്ടം അവർക്ക് സഹിക്കാവുന്നതിനും അപ്പുറമായിരുന്നു. അവരെ ആശ്വസിപ്പിക്കുവാൻ അനേകരോടെ വന്നുപോയി. അവരുടെ കണ്ണീരൊപ്പാൻ അനേകരോട് കൂടെ ഉണ്ടായിരുന്നു. എന്നാൽ അവർക്കാർക്കും പ്രശ്നപരിഹാരം സാധ്യമാകുമായിരുന്നില്ല. എന്നാൽ നോക്കൂ, യേശു അവിടെ വന്നു കണ്ണുനീർ വാർത്തു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. കണ്ണുനീർ വാർത്ത് മടങ്ങിപ്പോകുവാനോ അവർക്കൊരാശ്വാസവചനം പറഞ്ഞു കൊടുത്തിട്ട് തിരികെ പോകാനല്ല കർത്താവ് വന്നത്. അവരുടെ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കുവാനാണ്. ലാസറിനെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന ആ സന്ദർഭത്തിലും മാർത്ത പറയുന്നത്, കർത്താവെ, നാറ്റം വെച്ച് കാണും. എന്നാൽ മാർത്തക്കറിയില്ലല്ലോ
നാറ്റമുള്ള ഇടത്ത് നിന്ന് സുഗന്ധമുണ്ടാക്കാൻ കഴിയുന്ന കർത്താവാണ് നമ്മുടെ ദൈവമെന്ന്. ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിലും ദൈവത്തിന് അത്ഭുതം ചെയ്യാൻ കഴിയുമെന്ന ഒരു ബോധ്യം നിങ്ങളെ ഭരിച്ചു തുടങ്ങട്ടെ. കർത്താവ് അവിടെ പറഞ്ഞത്, അവരോട് രണ്ടുപേരോടും പറഞ്ഞത്, വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണുമെന്ന് തന്നെയാണ്. എനിക്കും എൻ്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മിപ്പിക്കുവാനുള്ളത്, വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണാതിരിക്കില്ല. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ പിതാവേ, എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിലെ എല്ലാ നഷ്ടങ്ങളെയും ലാഭകരമായ അനുഭവമാക്കി മാറ്റുവാൻ കഴിയുന്ന അങ്ങയുടെ പാദപീഠത്തിൽ സകല വിഷയങ്ങളെ സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടിയാൽ സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ.